ഇന്നലെ ജാസ്മിന്റെ ഉമ്മായും വാപ്പായും വന്ന സമയത്ത് ലൈവില് കാണിക്കാതിരുന്ന കുറച്ച് കാര്യങ്ങൾ എപ്പിസോഡിൽ കാണിച്ചിരുന്നു. ലൈവില് കാണിക്കാതിരുന്നതല്ല, ചില കാര്യങ്ങൾ മ്യൂട്ട് ചെയ്തിരുന്നു. കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിരുന്നു. അത് ഒന്ന് അഫ്സലും ദിയാസനയും കൂടെയാണ് വാപ്പാനെ ഉമ്മാനെ എയർപോർട്ടിൽ വിട്ടതെന്ന്. അതേപോലെ അഫ്സൽ കൊടുത്തുവിട്ട പാവയാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ഉമ്മ വന്നപ്പോ കൊണ്ടുവന്നതെന്ന്. അഫ്സൽ അത് ഇപ്പൊ കൊടുത്തുവിട്ടാണെന്നല്ല, നേരത്തെ അയച്ചിരുന്ന പാവ ഇപ്പൊ ബിഗ് ബോസ് ഒന്ന് കൊടുത്തുവിട്ടു, അത് കൊടുത്തു. പക്ഷെ എനിക്ക് ലൈവ് കണ്ട സമയത്ത് ജാസ്മിൻ അഫ്സലിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് അത് അതിനോട് വലിയ താല്പര്യം കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല, അത് ഇഗ്നോർ ചെയ്ത് വിടുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ജാസ്മിന്റെ ഉമ്മയും വാപ്പയും വന്നു പോയതിനു ശേഷമുള്ള ജാസ്മിന്റെ സംസാരത്തിൽ നിന്നിട്ട് ഉമ്മയ്ക്കും വാപ്പയ്ക്കും പുറത്തുള്ളവർക്കും ഒക്കെ എന്തൊക്കെയോ തെറ്റിദ്ധാരണയുണ്ട്, അത് സംസാരിച്ച് തീർക്കണം എന്നുള്ള രീതിയിലാണ് ജാസ്മിന്റെ ഇത്. അതായത് ജാസ്മിൻ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതായിട്ട് ജാസ്മിൻ ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മറ്റുള്ളവർക്കാണ് അത് തെറ്റിദ്ധാരണ, അത് എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് അവരെ ബോധ്യപ്പെടുത്തണം എന്നാണ് ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ജാസ്മിന്റെ പാരന്റ്സ് ബിഗ് ബോസിൽ വന്നതിന് ശേഷം സംസാരിച്ചിട്ടുള്ളത് ജാസ്മിന്റെ പ്രവൃത്തികളെ ന്യായീകരിച്ചോ ജാസ്മിൻ ചെയ്ത തെറ്റിനെ സപ്പോർട്ട് ചെയ്തോ അല്ല. പാരന്റ്സ് എന്ന നിലയില് ജാസ്മിന് കുറെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അത് എല്ലാരെയും പോലെ ജാസ്മിനെ ഞങ്ങൾ ഒറ്റപ്പെടുത്തില്ല, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് അവർ അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ അഫ്സലിന്റെ വിഷയം ജാസ്മിന്റെ വാപ്പ അവിടെ പറഞ്ഞതിന് ശേഷം, അതായത് അഫ്സലും ദിയാസനയും കൂടെയാണ് ഞങ്ങളെ എയർപോർട്ടിൽ വിട്ടത് എന്ന് ജാസ്മിന്റെ വാപ്പ പറഞ്ഞതിന് ശേഷമുള്ള സോഷ്യൽ മീഡിയയിലുള്ള പല കമന്റ് സെക്ഷനും കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാവരും കൂടിയുള്ളൊരു ഡ്രാമയാണ്. ഇവരെല്ലാവരും ഒത്തുകൊണ്ട് ഡ്രാമ കളിച്ചതാണ്. ഞാൻ ചോദിക്കുന്ന, ഈ ഇങ്ങനത്തെ ഒരു ഡ്രാമ കളിച്ചത് കൊണ്ട് ഇവർക്കുള്ളൊരു നേട്ടം എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ 50 ലക്ഷം ട്രോഫി എന്നാണോ? 50 ലക്ഷത്തിനും ട്രോഫിക്കും വേണ്ടിയിട്ട് മകളുടെ ലൈഫ് ഇത്രയും റിസ്കിൽ വെച്ചിട്ട് ഈ ഇത്ര ഒരു ഡ്രാമയ്ക്ക് കൂട്ടു നിൽക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ജാസ്മിൻ ചെയ്തതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അനാവശ്യമായിട്ടൊരു കോംബോ സൃഷ്ടിച്ച് മുന്നോട്ട് പോവാം എന്ന് ജാസ്മിൻ വിചാരിച്ചു. അത് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. ജാസ്മിൻ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു തെറ്റാണെന്ന് ഇപ്പോഴും ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജാസ്മിന്റെ പ്രവൃത്തികളെ അല്ല, അല്ലെങ്കിൽ ജാസ്മിൻ ചെയ്ത തെറ്റുകളെ അല്ല ജാസ്മിന്റെ പേരൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. ജാസ്മിന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ സമൂഹത്തിലുള്ള എല്ലാവരും ജാസ്മിനെ ഒറ്റപ്പെടുത്തുന്നത് പോലെ, കുറ്റപ്പെടുത്തുന്നത് പോലെ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് അവർക്കത് ചെയ്യാൻ കഴിയുമോ? അവര് ചെയ്യേണ്ട കടമ എന്താ? നിനക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ നിന്നെ ഞങ്ങൾ ഒറ്റപ്പെടുത്തില്ല, നിന്റെ കൂടെ ഞങ്ങളുണ്ട്. അവരങ്ങനെ തന്നെ അല്ലേ ചെയ്യേണ്ടത്? പിന്നെ അഫ്സലിന്റെ കാര്യം, അഫ്സലിന്റെ പല പ്രതികരണങ്ങളിൽ നിന്നിട്ടും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അഫ്സൽ വളരെ മെച്ചുവേർഡ് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ജാസ്മിൻ ചെയ്തൊരു പ്രവൃത്തിന്റെ പേരിൽ ഉമ്മാനോടും വാപ്പാനോടും ആ ദേഷ്യം കാണിക്കേണ്ട കാര്യം ഉണ്ടെന്ന് ഞാനും വിചാരിക്കുന്നില്ല. ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം ഒരു പകുതിയോളം ദിവസങ്ങളിൽ ജാസ്മിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അഫ്സലാണ്. ജാസ്മിനെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടം അഫ്സലിനെ പോലെ ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കാര്യത്തിൽ പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇനിയെങ്കിലും ബിഗ് ബോസിലേക്ക് പോകുന്നവര് ഇതേപോലെ ജീവിതം വെച്ച് കളിക്കാതിരിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ മാത്രമല്ല, അതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നത് പുറത്ത് നിൽക്കുന്നവരും കൂടെയാണ്. ഇതൊരു ഗെയിം ഷോ മാത്രമാണ്. അതുകൊണ്ട് ജീവിതം വെച്ച് കളിക്കാതിരിക്കാനുള്ള ഒരു വിവേകം ഇനി വരുന്നവരെങ്കിലും കാണിക്കുക. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് വളരെ ചുരുക്കം പേരാണ്. ഭൂരിപക്ഷ ആൾക്കാർക്കും നഷ്ടങ്ങൾ മാത്രമാണെന്നും കൂടി മനസ്സിലാക്കുക. അതേപോലെ ഈ മലയാളം ബിഗ് ബോസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ 1 മുതൽ 4 വരെയുള്ള സീസണുകൾ പതിയെ തുടങ്ങി പിന്നെ അതിന്റെ പീക്കിലെത്തി അങ്ങനെ അവസാനിച്ചിട്ടുള്ള സീസണുകളാണ് TRPന്റെ ഇതിലാണെങ്കിൽ പോലും. പക്ഷെ 5ാമത്തെ സീസൺ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ റിപ്പീറ്റ് ആയിട്ട് കാണാൻ പറ്റിയ സിനിമ പോലെയാ. അതിലെ പല മൊമെന്റ്സും നമ്മൾ എത്ര തവണ ഇതിൽ വന്നാലും ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സീസൺ 6ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് റിവേഴ്സ് ചെയ്ത് കാണണം. കാരണം ഇപ്പൊ അവിടെ ആർക്കും നിലവില് ഗെയിം അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ എല്ലാവരും ഒന്ന് തണുത്ത്, ആർക്കും ആരോടും ദേഷ്യമില്ല, പകയില്ല, വെറുപ്പില്ല. ഒരു തുടക്കത്തിൽ ബിഗ് ബോസ് തുടങ്ങുന്നത് എങ്ങനെയാണോ അതേപോലെയാണ്. 80ാമത്തെ എപ്പിസോഡിന് അടുക്കാൻ പോകുന്ന സമയത്താണ് ഇവർക്ക് പ്രത്യേകിച്ച് ഗെയിം ഒന്നും ഇല്ലാതെ ഒരു തണുത്ത മട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സീസൺ 6ന്റെ തുടക്കത്തിൽ ആദ്യത്തെ 2 മാസം എങ്ങനെയായിരുന്നു? ഭയങ്കര TRP ആയിരുന്നു. കാരണം എല്ലാവർക്കും ഗെയിം, ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന ആളുടെ പ്രവൃത്തി, ചിരി, സംസാരം എല്ലാം ഗെയിമിന്റെ കണ്ണിലൂടെ മാത്രം കണ്ടുകൊണ്ടിരുന്ന സമയം. പക, വെറുപ്പ്, ദേഷ്യമൊക്കെ അതിന്റെ അങ്ങേ അറ്റമായിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇത് റിവേഴ്സ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് ഇങ്ങനെ തുടങ്ങി അവസാനിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഈ ഗബ്രീന്റെയും ജാസ്മിന്റെയും റിലേഷൻഷിപ്പ് നോക്കി കാണുമ്പോഴും റിവേഴ്സ് ആക്കി കണ്ടു കഴിഞ്ഞാൽ,
അതായത് അവസാനത്തെ സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും അവർ അധികം അങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കാനോ, കാര്യമുള്ള കാര്യത്തിന് മാത്രം അടുത്തിരുന്ന് സംസാരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെ ആയിരുന്നു ഈ വൈൽഡ് കാർഡ് കേറിയതിനൊക്കെ ശേഷം. ഇത് റിവേഴ്സ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ ബോണ്ടും നമുക്ക് ഫീൽ ചെയ്യും. കാരണം പതിയെ ഇങ്ങനെ അകന്നിരുന്ന് പിന്നെ സംസാരിച്ച് തുടങ്ങിയ സമയത്തായിരുന്നു ഇവര് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഭയങ്കര ഡീപ്പായിട്ടിരുന്നത്. റിവേഴ്സ് കണ്ടാൽ അത് കറക്റ്റായിട്ട് കണക്റ്റ് ആവുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോ അവിടെ ഉള്ളവരുടെ അടുത്ത് നിന്ന് വലിയ ഗെയിമൊക്കെ പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ഇപ്പോഴും ആ ഒരു ഗെയിം സ്പിരിറ്റിലെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇത് കാണുന്നത് ജിൻഡോ, ജാസ്മിൻ, അതേപോലെ അപ്സര, കുറച്ചു പേരാണ്. ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ വലിയൊരു ഗെയിം മനസ്സിൽ കൊണ്ട് നടക്കുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു 1.5 മാസമൊക്കെ ആയ സമയത്ത് ഒരു 80ാമത്തെ എപ്പിസോഡൊക്കെ കാണുന്ന അത്ര സ്ട്രെസ്സും ഇതൊക്കെ ആയിരുന്നു. ഇപ്പം അതില്ല. ഇനി അതിട്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോയി എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതേപോലെ ഈ സീസൺ 6 പ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന മൊമെന്റ്സ് വളരെ കുറവാണ്. കാരണം തുടക്കം തൊട്ട് എല്ലാവർക്കും ഈ ഗെയിമിനെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ട്, 1-2 പേരൊഴിച്ച്. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭവും ആരും കൊടുക്കത്തില്ല. എന്നുവെച്ചാൽ ഒരു ഫണ്ണായിട്ടുള്ളൊരു ഇത് കൊണ്ടുവന്നാല് അയാളെ സപ്പോർട്ട് ചെയ്യോ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും ശ്രമിക്കത്തില്ല. കാരണം അവൻ സ്കോർ ചെയ്താലോ എന്നുള്ളതാണ്. ഇതിൽ ഭയങ്കര സെൽഫിഷ് ആയിട്ടാണ് അവര് ആദ്യത്തെ ഒരു 2 മാസത്തോളം മിക്ക കണ്ടസ്റ്റൻസും പെരുമാറിക്കൊണ്ടിരുന്നത്. എനിക്ക് മാത്രം സ്ക്രീനിൽ നിൽക്കണം, ഞാൻ മാത്രം, എന്റെ മുഖം, എന്റെ തല, എന്റെ ബോഡി എന്ന് പറയുന്നത് പോലെ ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നത് കൊണ്ട് നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഭയങ്കര എൻജോയ് ചെയ്തും കാണാൻ പറ്റുന്ന മൊമെന്റ്സ് വളരെ കുറവാണ് ഇതില്. ഇവർക്കിടയിൽ തുടക്കത്തിൽ കേട്ടോ, കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ വരെ ഒരു പരസ്പര സഹകരണവും ഇല്ല. മാത്രമല്ല സ്വാർത്ഥതയുടെ നിറകുടങ്ങളായത് കാരണം അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ മൊമെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി വരുന്ന ഈ ഒരു മാസം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടിയാ കിട്ടി. കാരണം ഇപ്പൊ ആർക്കും അങ്ങനത്തെ ഒരു പകയും ഇത് വെച്ച് നടക്കാത്തത് കൊണ്ട് ഇനി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം.